നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. ഒരു ഗ്രാമത്തിൽ ഒരു ധനികനുണ്ടായിരുന്നു. അദ്ദേഹം ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭം മുഴുവൻ വർഷത്തിൽ ഒരു ദിവസം തൻ്റെ അടുത്തു വരുന്ന സാധുക്കൾക്ക് ദാനമായി നൽകിയിരുന്നു. ആധ്യാത്മിക കാര്യങ്ങൾ ഒരുവിധം നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇതേക്കുറിച്ച് അദ്ദേഹം പറയും, എനിക്ക് മുഴുവൻ സമയവും സാധന ചെയ്യാൻ കഴിയില്ല. ജപധ്യാനങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ. അതിനാൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം സാധുക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നൽകുന്നു. സാധു സേവ ചെയ്യുന്നതിലൂടെ ഞാൻ ഈശ്വരനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഇതെനിക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നുണ്ട്. ബിസിനസ്സിനും അഭിവൃദ്ധിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെയായി ഒരു സാധു ജീവിച്ചിരുന്നു. കുറേ ദിവസങ്ങളായി ആ വീട്ടിൽ പട്ടിണിയാണ്. ഈ ധനികനെ കുറിച്ചറിഞ്ഞ സാധു എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ധനികന്റെ വീട്ടിലേക്ക് യാത്രയായി. 3-4 ദിവസമായി പട്ടിണിയായിരുന്നതിനാൽ ആ സാധുവിന് നടക്കാൻ പോലും ശക്തിയുണ്ടായിരുന്നില്ല. കുറെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും തലകറങ്ങി വീണ് അയാൾ ആകെ വിഷമിച്ചു. ഈശ്വര, എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് കരുതി ഇറങ്ങിത്തിരിച്ചു. ഇപ്പോൾ ഈ പെരുവഴിയിൽ കിടപ്പുമായി ഇവിടെ കിടന്നു മരിക്കുവാനായിരിക്കും വിധി. ഇങ്ങനെ ചിന്തിച്ച് അവശനായി ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ഒരു അരുവി കാണാനിടയായി. ഒരു വിധത്തിൽ എഴുന്നേറ്റ് അവിടെ എത്തി അതിലെ വെള്ളം കുടിച്ചപ്പോൾ വളരെ മധുരമുള്ളതായി തോന്നി. തളർച്ച വിട്ടു മാറും വരെ വെള്ളം കുടിച്ചു. കുറച്ചു വെള്ളം ഒരു ഇല കുമ്പിളിൽ ശേഖരിക്കുകയും ചെയ്തു. കാരണം അതിനത്ര മധുരമുള്ളതായി ആ സാധുവിന് തോന്നി. കുറച്ചു നടക്കാമെന്നായപ്പോൾ വീണ്ടും യാത്ര തുടർന്നു. അവസാനം ആ ധനികന്റെ വീടിനടുത്തെത്തി. അവിടെ ദാനം സ്വീകരിക്കുവാൻ എത്തിയവരുടെ നീണ്ട ക്യൂ ചേർന്നു. മിക്കവരുടെയും കയ്യിൽ കാണിക്ക വയ്ക്കുന്നതിനായി എന്തെങ്കിലും ഉണ്ട്. ഇദ്ദേഹത്തിന് വിഷമമായി. എനിക്ക് മാത്രം കൊടുക്കുവാൻ യാതൊന്നുമില്ലല്ലോ. സാരമില്ല, ഈ മധുരമുള്ള വെള്ളം അദ്ദേഹത്തിന് നൽകാം, ആ സാധു വിചാരിച്ചു. അങ്ങനെ തൻ്റെ ഊഴം വന്നപ്പോൾ അയാൾ ആ ധനികന് ഇലക്കൊമ്പിലെ ആ വെള്ളം നൽകി. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരു കവിൾ വെള്ളം കുടിച്ചിട്ട് എന്തു മധുരം, എന്തൊരു നല്ല തീർത്ഥം എന്നിങ്ങനെ പറഞ്ഞ് ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇത് ആ സാധുവിനെ വളരെ സന്തോഷിപ്പിച്ചു. അടുത്തു നിന്നിരുന്ന ധനികന്റെ സഹായികൾ അതിലൽപ്പം കുടിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അദ്ദേഹം നൽകിയില്ല. ഇതിനു പകരമായി ഇവിടെ നിന്ന് എന്ത് നൽകിയാലും മതിയാവില്ല, ഈ വെള്ളം അത്ര പവിത്രമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അദ്ദേഹം ആ സാധുവിന് വേണ്ടതെല്ലാം നൽകി യാത്രയാക്കി. സാധു പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്നവർ യജമാനനോട് ചോദിച്ചു, എന്ത് കിട്ടിയാലും അത് മറ്റുള്ളവർക്ക് കൂടി നൽകുന്നതിൽ യാതൊരു മടിയും കാട്ടാതെ അങ്ങ് ഇതുമാത്രം പുണ്യതീർത്ഥം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ എന്താണ് കാരണം? ഞങ്ങൾക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ധനികൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം ദാഹിച്ച് തളർന്നിരുന്നപ്പോൾ വഴിയിൽ എവിടെയോ കണ്ട വെള്ളം കുടിച്ചു. തളർച്ച കാരണം അപ്പോൾ അതിന് വളരെ മധുരമുള്ളതായി തോന്നി. ആ ജലം എടുത്താണ് ഇവിടെ കൊണ്ടുവന്നത്. വാസ്തവത്തിൽ കുടിക്കാൻ കൊള്ളില്ലായിരുന്നു. എന്നാൽ ഞാൻ അതിലൽപ്പം കുടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആ പാവത്തിന് ദുഃഖമായിരിക്കും. അത് ഉണ്ടാക്കരുതെന്ന് കരുതിയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ നല്ല വെള്ളം എന്ന് പറഞ്ഞ് പുകഴ്ത്തിയത്. വിശപ്പുണ്ടെങ്കിൽ എന്തും മധുരമായി തോന്നും. അപ്രിയമായ സത്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. ഹരി ഓം നമഃ ശിവായ.